സമയത്ത്? ഏട്ടൻ എന്താ ഈ സമയത്ത്? ഓഫീസിൽ പോയതല്ലേ, പിന്നെ എന്താ ഇപ്പൊ വന്നേ? അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫയൽ എടുക്കാൻ മറന്ന്, അത് എടുക്കാൻ വേണ്ടി വന്നതാ. നമ്മളെ ബെഡ്റൂമില് ഷെൽഫിൽ ഇരിപ്പുണ്ട്, നീ ഒന്ന് എടുത്തു വരുമോ? ആ ശരി ഏട്ടാ. അച്ഛാ, അച്ഛനൊന്ന് ഓഫീസിൽ പോയില്ലേ? ആ ഞാൻ പോയിരുന്നു. ഞാനേ ഫയൽ എടുക്കാൻ മറന്ന്, അപ്പൊ അതെടുക്കാൻ വേണ്ടി വന്നതാ. അല്ലാ, പിങ്കി എവിടെ? അവളെ കാണാനില്ലല്ലോ. അതൊന്നും പറയണ്ട അച്ഛാ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവൾ എണീറ്റിട്ട് കൂടിയില്ല. ഏട്ടാ ഇതാ ഫയല്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. തേജു ബൈ. ബൈ അച്ഛാ. അച്ഛൻ വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടുവരണേ. ഓക്കേടാ. പിന്നെ പിങ്കിനോട് എണീക്കാൻ പറയും, നാളെ എക്സാം അല്ലേ. ആ അവൾ എണീറ്റിട്ടുണ്ട്. എന്നാ ശരി. തേജു പോയി പഠിച്ചേ, നാളെ എക്സാം അല്ലേ. ആ അമ്മേ ഞാൻ പഠിക്കാം. ആരിപ്പോ ഫോൺ വിളിക്കുന്നേ? ആ ലച്ചു ആണല്ലോ. എന്താ അവള് ഈ സമയത്ത്? ഹലോ മോളെ ലച്ചു. എന്ത്, നീ ഇന്ന് വരുന്നുണ്ടോ? ആ അതെ, നീ എപ്പോഴാ വരുന്നേ? അതെ. ആ എന്നാ ശരി, ഓക്കെ ബൈ. ഇന്നിന്റെ മോൾക്ക് സ്പെഷ്യൽ ആയിട്ട് കുറെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും വേഗം കിച്ചണിൽ പോവാം. അല്ല, ഞാൻ കുറെ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ജിമ്മിന് ഇതുവരെയായിട്ടും കാണാനില്ലല്ലോ. ലച്ചൂസേ, നീ വെയിറ്റ് ചെയ്ത് മടുത്തോ? ഹാ, ഞാൻ മടുത്തോന്നോ? ജിമ്മി ഇത് എന്ത് പണിയാ കാണിച്ചേ? ഞാൻ എത്ര ടൈമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സോറി ട്ടോ ലച്ചൂസേ, എനിക്ക് ഓഫീസിൽ അർജന്റ് ആയിട്ട് ഒരു പണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വഴുകിയെ. എന്നെ കൊണ്ട് എങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ നേരം വൈകി വരും. എന്നിട്ട് എന്നും ഇതന്നെയല്ലേ റീസൺ പറയാറ്? സോറിടാ, ഓഫീസിൽ അത്രയും അർജന്റ് ആയോണ്ടാ, അല്ലെങ്കിൽ ഞാൻ വേഗം വരില്ലേ. അല്ല അതൊക്കെ അവിടെ നിക്കട്ടെ. അല്ല എന്റെ ലച്ചൂസ് എന്നാ വരിക ഇനി? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ക്രിസ്മസ് കഴിഞ്ഞാ വരും, അല്ലെങ്കിൽ ബേബി വന്നിട്ട് വരും. അപ്പൊ അതുവരെ ഞാനിവിടെ ഒറ്റക്കാവില്ലേ? അപ്പൊ ജിമ്മും വീട്ടിലേക്ക് പോരെ. അപ്പൊ ഓഫീസിലേക്ക് നീ പോവോ? എന്നാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടിയൊക്കെ വരും. അല്ല ഇനി മതി, ഇനി നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാ. അമ്മ വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ വാ പോക. അല്ല നിന്റെ ഡ്രസ്സൊക്കെ ആക്കിയ കിട്ടെവിടെ? അത് ഞാൻ ആ സോഫയിൽ വെച്ചിട്ടുണ്ട്. എന്നാ വായോ. ലച്ചു വേഗം കാറിൽ കയറ്.